നമസ്കാരം. ശബരിമലയിലെ ദ്വാരപാലക ശില്പ വിവാദത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കേരള ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത മോഷണമാണ് സർക്കാരും ദേവസ്വം ബോർഡും ശബരിമലയിൽ നടത്തിയത്. സ്പോൺസർ മാത്രമായ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുടെ ബിനാമിയെന്നും സർക്കാരിനും ദേവസ്വം ബോർഡിനും എന്താണ് ബന്ധമെന്നും സതീശൻ ചോദിച്ചു. സ്വർണ്ണപീഠം സ്പോൺസറുടെ ബന്ധുവീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടും അയാളെ പ്രതിയാക്കാത്തത് എന്തുകൊണ്ടാണ്? ദേവസ്വം ബോർഡും ആരോപണ നിഴലിലാണ്. സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. ശബരിമല ദ്വാരപാലക ശില്പത്തിൽ പതിച്ചിരുന്ന 4 കിലോ സ്വർണം അടിച്ചുമാറ്റിയ സർക്കാരും ദേവസ്വം ബോർഡുമാണ് അയ്യപ്പ സംഗമം നടത്തി കേരളത്തെ കബളിപ്പിക്കാൻ ശ്രമിച്ചത്. ശബരിമല ക്ഷേത്രം കേന്ദ്രീകരിച്ച് LDF ഗൂഢസംഘം കാലങ്ങളായി നടത്തുന്ന അഴിമതിയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നടക്കി വെക്കുന്ന അമൂല്യ വസ്തുക്കളുടെ തൂക്കം കണക്കാക്കി മഹസർ തയ്യാറാക്കി സ്ട്രോങ് റൂമിലേക്ക് മാറ്റണമെന്ന നിബന്ധന അട്ടിമറിച്ചാണ് സ്വർണം പതിച്ച ദ്വാരപാലക ശില്പങ്ങൾ ചെന്നൈയിലേക്ക് കടത്തിയത്. ട്രാവൻകൂർ ഹിന്ദു റിലീജിയസ് ആക്ടിലെയും ദേവസ്വം സബ് ഗ്രൂപ്പ് മാനുവലിലെയും വ്യവസ്ഥകൾ അനുസരിച്ച് ക്ഷേത്രത്തിലെ സാമഗ്രികൾ അറ്റകുറ്റപ്പണി നടത്തേണ്ടത് ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിലാണ്. ഇതിന് വിരുദ്ധമായിട്ടാണ് 2019 LDF സർക്കാർ നിയോഗിച്ച ദേവസ്വം ബോർഡ് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ കൊടുത്തുവിട്ടത്. നിലവിലെ ദേവസ്വം ബോർഡും നിയമവിരുദ്ധമായിട്ടാണ് ദ്വാരപാലക ശില്പങ്ങൾ വീണ്ടും അതേ സ്പോൺസർ വഴി ചെന്നൈയിലേക്ക് കടത്തിയത്. 1999 സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങൾ 2019 വീണ്ടും സ്വർണം പൂശാൻ കൊണ്ടുപോയത് എന്തിനാണ്? ഇതിനു പുറമെയാണ് 2025 ദ്വാരപാലക ശില്പങ്ങൾ ചെന്നൈയിലേക്ക് കടത്തിയത്. സർക്കാരും ദേവസ്വം വകുപ്പും ദേവസ്വം ബോർഡും അറിയാതെ ഈ നിയമലംഘനങ്ങൾ നടക്കില്ലെന്ന് ഉറപ്പ്. സ്പോൺസർ മാത്രമായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സർക്കാരിനും ദേവസ്വം ബോർഡിനും എന്ത് ബന്ധമാണുള്ളത്? ഇയാൾ ആരുടെ ബിനാമിയാണ്? സ്വർണ്ണപീഠം സ്പോൺസറുടെ ബന്ധുവീട്ടിൽ നിന്ന് കണ്ടെത്തിയെന്ന് പറയുമ്പോഴും അയാളെ പ്രതിയാക്കാത്തത് എന്തുകൊണ്ടാണ്? ദ്വാരപാലക ശില്പത്തിൽ നിന്ന് എത്ര കിലോ സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടത്? ശബരിമലയുമായി ബന്ധപ്പെട്ട കൂടുതൽ തട്ടിപ്പുകൾ പുറത്തുവരുമെന്ന ഭയപ്പാടിലാണ് സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും. മറ്റു വകുപ്പുകളും പൊതുമേഖലാ സ്ഥാപനങ്ങളും പോലെ കഴിഞ്ഞ 9.5 വർഷം കൊണ്ട് ദേവസ്വം ബോർഡിനെയും അഴിമതിക്ക് വേണ്ടി AKG സെന്ററിന്റെ ഡിപ്പാർട്ട്മെന്റാക്കി പിണറായി സർക്കാർ മാറ്റിയെന്നും പ്രതിപക്ഷ നേതാവ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. അതേസമയം ശബരിമലയിലെ പീഠം ഒളിപ്പിച്ചയാൾ തന്നെ അത് കണ്ടില്ലെന്ന് പരാതി പറഞ്ഞതിന് പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയുണ്ടെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ ആരോപിച്ചിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് പീഠം കണ്ടെത്തിയതിൽ ദുരൂഹതയുണ്ട്. പരാതിക്കാരനാണ് തന്റെ വീട്ടിൽ പീഠം എത്തിച്ചതെന്ന് സഹോദരി സാക്ഷ്യപ്പെടുത്തിയ സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാക്കുകളെ വിശ്വസിക്കാനാവില്ലെന്നും മന്ത്രി പറഞ്ഞിരുന്നു. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ വിശദ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. വിരമിച്ച ജഡ്ജി തലവനായ അന്വേഷണ കമ്മീഷനെ ഇതിനായി ഏർപ്പെടുത്തണമെന്നും ജസ്റ്റിസ് രാജവിജയരാഘവൻ ഉൾപ്പെടുന്ന ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കി. വിഷയവുമായി ബന്ധപ്പെട്ട വാദത്തിനിടെ ദേവസ്വം ബോർഡ് കമ്മീഷണർ ഹാജരായി വിവരങ്ങൾ അറിയിച്ചിരുന്നു. മാറ്റി സ്ഥാപിച്ച ദ്വാരപാലക പീഠവുമായി ബന്ധപ്പെട്ടും വിവാദമുയർന്ന പശ്ചാത്തലത്തിൽ സന്നിധാനത്തെ മുഴുവൻ കാര്യങ്ങളിലും വിശദമായ അന്വേഷണം വേണമെന്ന് കോടതി നിർദ്ദേശിച്ചു. 2019 സ്വർണം പൂശാനായി സ്വർണ്ണപ്പാളി കൊണ്ടുപോകുമ്പോൾ 42 കിലോ ഉണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോൾ അത് 38 കിലോയായി കുറഞ്ഞു. അതിനു മുമ്പ് 2009 സ്വർണം പൂശുമ്പോഴുണ്ടായിരുന്ന കണക്ക് വ്യക്തമല്ല. സന്നിധാനത്തെ ആഭരണങ്ങൾ, ഇവയുടെ കണക്ക് സൂക്ഷിക്കുന്ന രജിസ്റ്ററുകൾ എന്നിവയിൽ അവ്യക്തതയുണ്ട്. സ്വത്തുവകകൾ സംബന്ധിച്ച രേഖകളിലും വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ അന്വേഷണം വേണമെന്ന് ദേവസ്വം വിജിലൻസ് കോടതിയിൽ ആവശ്യപ്പെട്ടു. അവ്യക്തതകളും സംശയങ്ങളും ദൂരീകരിക്കാൻ സമിതിയെ നിയോഗിക്കാനാണ് കോടതി നിർദ്ദേശം. അതേസമയം ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപീഠം കാണാതായ സംഭവത്തിലും തുടർന്ന് ഇതേ പീഠം സ്പോൺസറുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ സംഭവത്തിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാർ പ്രതികരിച്ചിരുന്നു. സ്വർണ്ണപീഠവുമായി ബന്ധപ്പെട്ട ദുരൂഹത വിജിലൻസ് അന്വേഷിക്കട്ടെ എന്നാണ് പത്മകുമാർ പറഞ്ഞത്. വിവാദമുണ്ടായ കാലത്ത് പത്മകുമാർ ആയിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. സ്വർണ്ണപീഠം എടുത്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ വാസുദേവനോ പ്രത്യേകിച്ച് ലാഭമുള്ള കേസല്ല. അവർ എന്തിന് അങ്ങനെ ചെയ്തു എന്നത് വിജിലൻസ് അന്വേഷിക്കണം. പുതിയ പീഠം കൊണ്ടുവന്നപ്പോൾ ശില്പവുമായി ചേരുന്നില്ലെന്ന് കണ്ടെത്തിയിരുന്നു. തിരികെ കൊടുത്തു വിടുമ്പോൾ ദേവസ്വം ഉദ്യോഗസ്ഥരാണ് രേഖ തയ്യാറാക്കേണ്ടത്. അവർ അത് ചെയ്തിട്ടുണ്ടാകും എന്ന് കരുതുന്നു. നടപടികളെല്ലാം ചെയ്തത് അന്നത്തെ തിരുവാഭരണം കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരാണെന്നും സ്പോൺസർ ഉണ്ണികൃഷ്ണനുമായി വ്യക്തിബന്ധമില്ലെന്നും പത്മകുമാർ പ്രതികരിച്ചിരുന്നു.